ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മളിന്ന് കാണിച്ചു തരാൻ പോണത് എൻ്റെ സിദ്ധോട്ടൻ്റെ പുതിയ മീൻ. കാണുന്നുണ്ടോ ഗായ്സ്? കാണുന്നുണ്ട്. ഇതാണ് സിദ്ധുവിൻ്റെ പുതിയ മീൻ. എന്താ അതിൻ്റെ പേര്? ഫൈറ്റർ അല്ലേ? അതിൻ്റെ വേറെ ഒരെണ്ണം ഫൈറ്ററിൻ്റെ തന്നെ അത്ര ചിറകില്ലെങ്കിലും പെൺകുട്ടി. ഇത് പെൺകുട്ടി, ഇത് ആൺകുട്ടി. സിദ്ധൂട്ടന് സന്തോഷമായി മീൻ കണ്ടിട്ട്. ഇവിടെ ചാരി നിൽക്കുന്നത് അടുത്ത വാനമ്പാടി. ഇത് കുളിച്ചിട്ട് വന്ന് നിൽക്കണതാണ് ഗൈസ്. പനിയൊക്കെ മാറി കുളിച്ച് കഴിഞ്ഞാൽ അവൾ ഉടനെ തന്നെ ഒരുങ്ങി കണ്ണങ്ങ് എഴുതും. എൻ്റെ പാറിൻ്റെ പ്രത്യേകതയാണ് അല്ലേ പാറ്? പനിയാണെങ്കിലും ഞാൻ കണ്ണെഴുതും. കണ്ണെഴുതിയാലേ പാറിനൊരു സമാധാനമുള്ളൂ അല്ലേ പാറ? എവിടെ കയറി നിൽക്കണേ നോക്ക് ഗൈസ്. എൻ്റെ മണ്ടയ്ക്ക് ഹാഫ് ട്രൗസർ പോട്ട അമ്മ. ഇപ്പാണ് നാണം വന്നത് അല്ലേ സിദ്ധേട്ടാ? ഹാഫ് ട്രൗസർ പോട്ട അമ്മ എന്ന് പറഞ്ഞപ്പം എന്തോന്ന് പാറിൻ്റെ നാണം വന്നു. എന്തടാ അല്ല എന്താ ഡി ഡാ അല്ലല്ല ഡി. സൈക്കിള് സിദ്ധോട്ടൻ ടാങ്ക് വൃത്തിയാക്കി ക്ലീൻ ആക്കി ഇട്ടിരിക്കണാണ് കേട്ടാ. എല്ലാവരും ഒന്ന് താഴെ വന്നിരുന്ന് കഴിക്കണം. വീണ ഓ തവക്കളെ പോലെ അതോ കിടക്കണേ. അതെന്ത് ചെയ്യുന്നത്? കാലടങ്ങി വീഴുന്നതാ? അയ്യോ നിനക്ക് എന്തോത്തിന്റെ കാട് വെച്ചേ? മര്യാദയ്ക്ക് നിന്നോടി. കൊള്ളാം. രണ്ടുപേരും രണ്ടിടത്താണ് കിടക്കണത്. പക്ഷേ കാണുമ്പോൾ ഒരിടത്താണെന്ന് തോന്നും. രണ്ടുപേരും രണ്ടിടത്താണ്. അതാ ഇവിടെ ഒരാളുണ്ട്. ഇതേവളോടെ ഇതായിരിക്കണം. കാണുന്നില്ലേ? ഇത് കൊള്ളാം, സൂപ്പർ. ഇത് കണ്ടാ എന്തോ ഒരുപാട് അങ്ങ് ഓവറാവണ്ട. അല്ലെങ്കിൽ വേണമെന്ന് പറഞ്ഞാൽ അവൻ തരൂല, അത് വേറെ കാര്യം. ഇപ്പം തരുമോ അവൻ? നിൻ്റെ അടുത്ത് 1000 വട്ടം അവൻ ചോദിച്ചില്ലേ വേണം. അപ്പം നീ പറഞ്ഞ് വേണ്ടാന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നോക്ക്, നമ്മുടെ ചെമ്പരത്തിയിൽ നിറയെ കുട്ടി ചെമ്പരത്തി പൂ വന്നല്ലോ. നല്ല ഭംഗിയാണ് ഈ പൂവിനെ കാണാൻ. നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂട. പക്ഷേ പൂവ് കാണാൻ നല്ല ഭംഗിയാണ്. അല്ലേ? ഈ ചെമ്പരത്തി പൂവ് കാണാൻ നല്ല ഭംഗിയല്ലേ? നമ്മുടെ മൈക്ക് നിർത്തിയല്ലേ? റെക്കോർഡൊക്കെ നിർത്തി. ഇന്നലത്തോടു കൂടി ഉത്സവം എല്ലാം തീർന്ന്. നമ്മുടെ എന്താണ് കണിക്കൊന്നും എല്ലാം പൂവും തൊഴിഞ്ഞ് മെത്ത പോലെ താഴെ കിടപ്പുണ്ട്. കുറേയൊക്കെ തൂത്ത് കളഞ്ഞ്. നാളെ നമ്മളെ കാത്തിരുന്ന് സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഒരു സംഭവം വരും ഗൈസ്. ഇതോടെ പറഞ്ഞു, അതിനിടയ്ക്ക് അവൻ പൊട്ടിച്ചു. എന്താണെന്ന് അവൻ പറഞ്ഞു മൈക്ക് വരുമെന്ന്. നമ്മൾ സ്വരുക്കൂട്ടി വെച്ചൊരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. കാത്തിരുന്ന് നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിരുന്ന് ഉണ്ടാക്കിയ മൈക്കാണ് അത്. നമ്മൾ എന്താന്ന് പറയാ അല്ലേ? നമുക്ക് നമ്മുടെ എന്താന്ന് പൈസ കൂട്ടി ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എല്ലാം കേൾക്കാൻ പറ്റും.
അതെ, ഇനി എല്ലാം കേൾക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ വരെ മൈക്ക് ഇല്ലാതെ സൗണ്ട് ഇല്ലാതെ ഉള്ളൂ. നാളെ മുതൽ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം കേൾക്കണം. സിദ്ധൂട്ടൻ്റെ സംസാരവും നന്നായിട്ട് കേൾക്കാൻ പറ്റും അല്ലേ സിദ്ധു? ചേട്ടാ അമ്മയുടെ അടുത്ത് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം, അതെല്ലാം കേൾക്കത്തില്ല. എല്ലാതും ഓണാക്കി വെച്ചിരിക്കല്ലോ. അപ്പം നമ്മളിവിടെ കിടന്ന് കുക്കു കുക്കു സൗണ്ട് ഉണ്ടാക്കണ ശല്യക്കാരി ഇവളാണ്. ഇവൾ മണിക്കുട്ടി. ഇവളെ വെളിയിലിറക്കിയാൽ ശരിയാവില്ല. ഇവള് ഭയങ്കര കുസൃതിയാണ്. എന്തെന്ന് വേറൊരു സന്തോഷ വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിദ്ധൂട്ടൻ്റെ പ്രാവ് കുട്ടിയിട്ടു. മുട്ടയിട്ടു. കുട്ടിയിട്ടെന്ന് മുട്ടയിട്ടു ഗൈസ്, മുട്ടയിട്ടു. അങ്ങനെ മുട്ടയിട്ട എവിടെ നോക്കട്ടെ, 2 മുട്ടയുണ്ട്. കണ്ടോ, 2 മുട്ടയുണ്ട്. പക്ഷേ ഇവളാണ്. ഇത് എവളാണ്? അല്ല, ഇത് പെണ്ണാണ് അല്ലേ? പെണ്ണ് ആണ്. കണ്ടോ, ദേഷ്യം വന്നിരിക്കുകയാണ്. കൊത്തി കയറ്റി തരുന്നു. കടിച്ചു വെക്കും അത്. കൈനെ കടിച്ചു വെച്ചിരുന്നു. കടിച്ച് തിന്നു. വേദന എടുക്കുന്നില്ലേടാ നിനക്ക്? വേദനയൊക്കെ ഉണ്ട്, ചേച്ചി ഞാനും വേദന എടുക്കില്ല, നമുക്ക് വേണ്ട. നഖത്തിനെ കടിച്ച് വലിക്കുന്നത്. വിടറി പ്രാവേ എൻ്റെ കൊച്ചിൻ്റെ കൈ. വിടടാ പ്രാവേ എൻ്റെ കൊച്ചിൻ്റെ കൈ. തീറ്റ കൊടുക്കണ ചാട്ടായി, വളർത്തണ ചാട്ടായി, തീറ്റ കടുക്കണ കൈക്ക് തന്നെ കൊത്തുകയെന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരി നോക്ക്, കണ്ട കൊത്തി അതങ്ങ് എടുക്കുകയാണ് കൈ. ഇത് തന്നെ കുഴപ്പമൊന്നുമില്ല. എന്തിന് ഇത്രയും പെരുവണം? അതിന് പെരുവ പൊട്ടുവോ? അപ്പോൾ നമുക്ക് ശല്യം ചെയ്യണ്ട. മുട്ട ഇരിക്കുന്നുണ്ട്, നമ്മൾ വെറുതെ വിട്ടിരിക്കണം. അടച്ചിട്. കണ്ട കൈ കൊണ്ട് വെച്ചു കൊടുക്കുന്നതാണ്. നീ ഒന്നും പറഞ്ഞ, നീ കൈ വെച്ച് നോക്ക്. ഞാൻ വെച്ച് നോക്ക്. ഞെട്ട് നോക്ക്. ആ കോഴിയുടെ അവസ്ഥ ഉണ്ടാ ഗൈസ്. താറാവ് കൊത്തി കൊത്തി അതിന് രോമമേ ഇല്ല, നക്കിനെയായി. അവിടെ 2-3 രോമം മാത്രമേ ഉള്ളൂ. നോക്ക്. ഇവള് പിന്നെ കുഞ്ഞെത്തി. കുഞ്ഞായി. അതിൻ്റെ ചന്തിയെല്ലാം കൊത്തി മുറിച്ച് വെച്ചിരിക്കണേ ഈ താറാവ്. അടുത്ത് നോക്ക്, പൊളിഞ്ചിക്കരുന്നുള്ള എക്സ്പ്രഷൻ. താറാവ് കുളി കഴിഞ്ഞു. നോക്ക്, കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കണം. എൻ്റെ സിദ്ധൂട്ടനും കുളിച്ച്, ഞാനും കുളിച്ച്, പാറുമൊക്കെ കുളിച്ച്. പാറിൻ്റെ കാലി കണ്ട ഗൈസ്? കാണിച്ചു വിടറി. നോക്ക് കാലില് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് മുറിഞ്ഞതാണ്, ചോരയാണെന്ന്. ഒരിക്കലുമല്ല ഗൈസ്. ഇതെവിടെ പൊട്ട് നെറ്റിലിടണ പൊട്ടനെ അത്രയും എടുത്ത് താഴെ കളഞ്ഞിട്ട് കണ്ട. എന്നിട്ട് ഈ പിന്നെന്താ ഡിറ്റക്റ്റീവിനെ പോലെ എല്ലാം കളഞ്ഞു അല്ലേ? പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. എന്താ പറയാ, ഇവിടെ നടന്നു പോയപ്പോൾ കാലിൻ്റെ വേക്കലൊരു ചുമപ്പ്. ഞാൻ നോക്കിയപ്പോൾ അങ്ങോട്ട് തിരി കാലിൻ്റെ വേക്കലൊരു ചുവപ്പ്. അപ്പം ഞാൻ അങ്ങോട്ട് തിരി, ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ചോദിച്ച് നോക്ക് ഇപ്പോഴുണ്ട്. അപ്പം ഞാൻ ചോദിച്ച് വേറെ എന്താടി കാലിൻ്റെ വേക്കല്? അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. എന്നിട്ട് ചെരുപ്പിന് കാലിൻ്റെ ഉപ്പൂറ്റിയില്ല, ഇവിടെ പറിച്ച് കളഞ്ഞാണ്. ഉപ്പൂറ്റിയുടെ അടിയിൽ വരെ ചുവപ്പ്. കാലാണേര് പറ, കാലാണേര് കാലിൻ്റെ അടി വെച്ചാൽ നോക്ക്, ചുവപ്പാണ് കേട്ടോ. പൊട്ട് എവിടെയെല്ലാം വെച്ച് തേച്ച് വെച്ചിങ്ങനെ നോക്കാം. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ സിദ്ധൂട്ടാ കാലിൻ്റെ അടി വെച്ച് അത്രയും ചോന്നു. എല്ലാ വീഡിയോയിലും നിന്നാണ് ഞാൻ ആ പാട്ട് തന്നെ പാടുന്നത്. വേറെ പാട്ടൊന്നും അറിയത്തില്ല. വിമാനത്തിന് വെക്കാറ് അടിച്ചോടിക്കും. സ്വന്തം പൈസക്ക് വാങ്ങിച്ചത് മീൻ. സ്വന്തം പൈസക്ക് വാങ്ങിച്ചത്. സ്വന്തം പൈസക്ക് വാങ്ങിച്ച മീനാണ്. വിഷുവിന് കൈനീട്ടം കിട്ടിയത് അഡ്വാൻസ്.
വിഷുവിന് കൈനീട്ടം കിട്ടിയ അഡ്വാൻസ് അങ്ങ് എന്തായാലും ഉണ്ട്. എൻ്റെ കാലൊടിഞ്ഞത്. ഞാൻ അത് വെച്ച് ക്രോക്സ് വാങ്ങിക്കും. മീൻ വെച്ചിട്ടെന്ന് പറയണ അവർക്ക് ആ മീൻ കൊടുക്കുക. എനിക്ക് വേണ്ട. ഓ വേണ്ട. നമുക്ക് കളിക്കാം. ഓ അവളെ കളി ഞാൻ കളിക്കാൻ ഇതൊക്കെടാ നിന്റെ പ്രാവ് താഴെ ഇറങ്ങി നിന്നെ കൊത്തി കൊത്തി താഴെ വന്നിരിക്കുന്നു. പറക്കോ പറന്ന് എൻ്റെ വണ്ടിയിൽ കയറിയിരുന്നു. നിനക്കെന്തടി എല്ലാം പറന്ന് കയറി. എന്ത് എല്ലാവരും കയറിയ ഒന്ന് പോയാൽ ബാക്കി 3 2 സയാമ ചേരട്ടെ പോരാട്ടെ. ഇത് ഇന്ന് തലവത്തണ താഴെ തന്നെ ആ കല്ലിൻ്റെ പുറത്തുനിന്ന് ഡിസ്കോ ഡാൻസ് കോമ്പറ്റീഷൻ നടത്തണത്. അയ്യോ എറിയല്ലേ പോവാം നമുക്ക്. എന്തിനീ ചാക്കിനെ എടുത്തൂടെ വെച്ചിങ്ങനെ? ശരി അതിനടുത്ത് മാറ്റി പോയി മഴ വരണം. അല്ലെങ്കിൽ എല്ലാ മീനും ഗർഭിണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗപ്പികളുവാ. മറ്റേ വലിയ മീനെല്ലാം ചത്തുപോയാ. അതുങ്ങളിൽ പെണ്ണുവാണോന്നുമില്ലേ? 2 പെണ്ണുണ്ട് 2 ആണുണ്ട്. അതിന്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ വലുതായി ഇപ്പൊ അത് ആണും പെണ്ണുമായി അത് ഇതായി കുട്ടിയിട്ട്. ഇനി ഞാൻ ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കും ഈ ഫൈറ്ററിന്. ഇതിന്റെ കുഞ്ഞുങ്ങൾ കേട്ടോ. ഈ മീനിന് വേറെ കളറൊന്നും ഇല്ലായിരുന്നാ? ആരും കൊള്ളൂല, ഒരുമാതിരി ഇരിക്കും. ഈ കളറാ ഇഷ്ടപ്പെട്ടത് നിനക്ക്? ഇതാകുമ്പോ വാല് നല്ല റൗണ്ട് ആയിട്ട് വന്നിട്ട് മറ്റൊക്കെ എന്തൊരു ഇത് അടി കൂടുമ്പോ വാലങ്ങ് തെറിച്ച് മുഴുവലേക്ക് കിട്ടും. അതുപോലെയൊക്കെ തോന്നാറ്. ഇനി കളർ വരുന്നതായി വയറ്റില് കുറെ കളർ വന്നിട്ട് അതൊന്നും കൊള്ളൂല. വിളക്കിലേക്കാൻ പൂവെല്ലാം പറിച്ചിട്ട് പറമ്മ. കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ്. ഇതും വേറെ കളറൊക്കെ കൊള്ളൂല. ഇത് 50 രൂപ, ഇത് 100 രൂപ. 30 രൂപ ഉണ്ടായിരുന്നു. ഇതിലും ചെറുതായിരുന്നു. ഇത് വല്ലയിടത്തും വീഴുന്ന് കിടക്കേ ഉള്ളൂ. ഈ വാഴയില ഇട്ട് കൊടുത്തത് നല്ലതാണ്. വാഴയില ഇട്ട് കൊടുക്കാൻ എന്തിന്? എന്തെങ്കിലും ഒരു ഇതാണ്, നല്ല ഇതാണ്, നല്ലതാണ്. ശരി. ഇതില് മുട്ട ഇടാൻ വേണ്ടിട്ട് ഒരു ബബിള് ഒരു കുമ്പള എങ്ങനെ പിന്നെ അനക്കി കൂടാ. ഓ അതിനാ ഇട്ടെടുത്തത്? അത് അതിനല്ല, അത് കിടക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല ഗപ്പിക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഫുഡ് വന്ന് തിന്നിട്ട് വന്നേ. അമ്മ വീഡിയോ എടുത്തത് ഇല്ല ഇത് ഇല്ല. ഏത് കളർ കണ്ടത്? കണ്ണ കറുത്ത കളറില് മൊത്തം കറുപ്പായിരുന്നു. ഇത് ഫുള്ള് കറുപ്പായ ഫുള്ള് വയ്യാതെ പനിച്ചരിച്ച് കിടന്ന പാറുവാണ് ഗൈസ്. ഇപ്പം പനി ഇച്ചിരി കുറഞ്ഞപ്പം പോയി കുളിച്ച്. ഇല്ലെങ്കിൽ ഇവർക്കൊക്കെ പനി വന്നു കഴിഞ്ഞിട്ട് കുളിച്ചില്ലെങ്കിൽ അസുഖം കുറയത്തില്ല. കുളിച്ചാലേ അസുഖം പാതി അസുഖം കുറഞ്ഞ് ക്ഷീണമെല്ലാം മാറുള്ളൂ. ഇപ്പോൾ സൗണ്ടിനും സൗണ്ടിനും പ്രശ്നമുണ്ട്. ചെറിയ തോതിൽ ചുമ. ഒന്ന് ചുമച്ചാണ് ഞാൻ നോക്കട്ടെ. ചുമയില്ലെന്ന് ഞാൻ പറയട്ടെ. കണ്ട കര 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 ഒരുമാരത്തെ ചുമ, വൃത്തികെട്ട ചുമ അല്ലേ പറ. രാത്രി കിടന്ന് കണ്ണടയ്ക്കാൻ നിവർത്തിയില്ല ഈ ചുമ കാരണം. എനിക്ക് രാത്രി ചുമയാണ്. എന്ത് വൃത്തികെട്ട ചുമയാണ്. ഇന്നലെ വരെ ഇവിടെ ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയിരുന്നു. എന്നാൽ പാട്ടുമില്ല ബഹളവും ഇല്ല. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഗൈസ്. ആരും കമൻറ്റിൽ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. ആരും വീഡിയോ കാണുന്നില്ല. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ വീഡിയോ കാണാത്തത്? ആണോ?
എന്തായിരുന്നാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഏകദേശം ഒരു 2.5 വർഷം കഴിഞ്ഞു, 3 വർഷം അടുപ്പിച്ചായി നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞ് കുറേ മാസങ്ങൾ ഈ 2 വർഷം തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോസ് എല്ലാം ഇട്ട് തിന്നണ. കുറേ മാസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടില്ല. അപ്പോൾ 2 വർഷം നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ട് പിന്നെ ഞങ്ങൾ നമ്മൾ എന്തോ നിങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ 1 വർഷത്തോളം വീഡിയോ ഇടാണ്ടിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് വീഡിയോ ഇടാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ വീണ്ടും ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ. പക്ഷെ ആരും വീഡിയോസ് കാണുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല അല്ലേ, ബെല്ലടിക്കുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ വളരെ ഉപകാരം. പിന്നെ ഡെയിലി നമ്മൾ വീഡിയോ ഇടുമ്പോൾ കുറച്ച് പേര് വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. ലൈക്ക് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല. ഡെയിലി കാണുന്നവരും ഉണ്ട്, ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഡെയിലി കാണുന്നവരും ഉണ്ട്. അങ്ങനെ കാണുന്നവർക്ക് നന്ദിയുണ്ട്, വളരെ വളരെ നന്ദിയുണ്ട് കാണുന്ന എല്ലാവർക്കും. ഈ റെഡ് കളർ വാലുള്ളല്ലേ, അതൊക്കെ കുഞ്ഞ് ഇറങ്ങിയതാണ്. ജില്ലയിലുള്ള എല്ലാം എല്ലാത്തിനും നല്ല കളറാണ്. ഇതിനകത്ത് ഇട്ടിരുന്നപ്പോ നല്ല കളറാണ്. നീ ആദ്യം നിന്റെ തരണ പോയി വളർത്താൻ നോക്ക്. നമ്മുടെ കണിക്കൊന്നങ്ങളെല്ലാം പോയിട്ടുണ്ട്. കാണിച്ചു കൊടുത്തു, നമ്മളെ കണിക്കൊന്നയൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ നമ്മളെ പ്ലാവിൽ ചക്ക നിൽപ്പുണ്ട്. പക്ഷേ നമ്മൾ ഇന്നലെ ഒരു ചക്ക ഈ കുമ്പത്തു നിന്ന് കിട്ടി. അത് കൊള്ളത്തില്ല, എന്ന് വെച്ചാൽ വാടി പഴുത്തതുപോലെ ഇരുന്ന് അഴുക്ക ചക്കയായിരുന്നു. കൊള്ളൂല, ഒരു കാശിന് കൊള്ളൂലെന്ന് വേണമെങ്കിൽ പറയാം, കൊള്ളത്തേയില്ല. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.